ഇപ്പം ഇന്ന് നോക്കൂ, ഒരാളെ അടിച്ചു കൊന്നു, നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ കമൻറ്റുകൾക്ക് മൊത്തം താഴെ പാകിസ്ഥാനെ പിന്തുണച്ചാൽ ഇതായിരിക്കും ഇനി ഗതി, ഇമോജികളില്ലാത്ത ഒരൊറ്റ പോസ്റ്റും ഇതുമായി ബന്ധപ്പെട്ടിട്ടില്ല. എല്ലാ മാധ്യമ വാർത്തകളുടെയും താഴെ അത് കാണാനുണ്ട്. അപ്പോൾ അയാൾക്ക് മാനസിക പ്രശ്നമുള്ള ആളാണെന്ന് അദ്ദേഹത്തിൻ്റെ ബന്ധുവിൻ്റെ പ്രതികരണം വരുമ്പോൾ അതിന് താഴെ പ്രത്യേകതരം മാനസിക പ്രശ്നമാണിത്, പാകിസ്ഥാനെ പിന്തുണയ്ക്കാൻ കഴിയുന്ന മാനസിക പ്രശ്നമെന്ന്. നമുക്ക് നോക്കൂ, വഴിയിലൂടെ നടന്നുപോയ മുസ്ലിമായ കുഞ്ഞിൻ്റെ കഴുത്തറുത്ത് കൊന്ന ചരിത്രം, ഈ സമീപ ചരിത്രം എവിടെയുണ്ട്? കേരളത്തിലുണ്ട്. അയാൾക്ക് മാനസിക വിഭ്രാന്തിയാണെന്നാണ് പോലീസ് റിപ്പോർട്ട്. ഇത്തരം ഹെയ്റ്റ് ക്രൈംസ് പലതും ചെയ്യുന്ന, മുസ്ലിം വിരുദ്ധ ഹെയ്റ്റ് ക്രൈംസ് പലതും കേരളത്തിൽ ചെയ്യുന്ന ആളുകൾക്ക് മുഴുവൻ മാനസിക വിഭ്രാന്തിയാണ്. അപ്പോൾ ഇല്ലാത്ത ഒരു പ്രശ്നം ഇപ്പോൾ വന്നിരിക്കുന്നു. അവൻ്റെ മാനസിക വിഭ്രാന്തി പാകിസ്ഥാനെ ജയ് വിളിക്കാനുള്ളതാണെങ്കിൽ അവൻ കൊല്ലപ്പെടണമെന്ന് നിലവന്നിരിക്കുകയാണ്. ഇതിൻ്റെ മുഴുവൻ ആനുകൂല്യം എടുത്ത വർഗീയവാദികളുടെ പ്രതിനിധികളാണ് ഈ പറയുന്നത് ഓർക്കണം. അപ്പോൾ ഇത് ശരിയാണ്, നമ്മൾ വൈദേശികമായ ചില ഭീഷണികളെ അഭിമുഖീകരിക്കുന്നുണ്ട്. ഭീകരവാദം ഇന്ത്യ എക്കാലത്തും നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ്. അത് നേരിടുമ്പോൾ തന്നെ അത്രത്തോളം തന്നെ കുഴപ്പമുള്ള ആഭ്യന്തര പ്രശ്നം ഇമാതിരി വർഗീയവാദികളെ കൊണ്ടും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. മറ്റേത് മാത്രം അവസാനിപ്പിച്ചാൽ നമുക്ക് സമാധാനം ഉണ്ടാകുന്നില്ല. സമാധാനം എന്ന് വെച്ചാൽ സ്വസ്ഥമായി ജീവിക്കണം. അത് ആര് വന്ന് വെടിവെച്ചാലും പ്രശ്നമാണല്ലോ. ആഗ്രയിൽ ഹോട്ടൽ തൊഴിലാളിയായ ചെറുപ്പക്കാരനെ വെടിവെച്ച് കൊന്നു. അവനെ കൊന്നത് ഭീകരവാദികളായാലും കൊള്ളാം, വർഗീയവാദികളായാലും കൊള്ളാം, ആൾ ചത്തു. അപ്പോൾ അതുകൊണ്ട് എല്ലാ സമാധാന ജീവിതത്തിന് ജീവിക്കാനുള്ള അവകാശത്തിനുള്ള എതിരാണ് ഇമാതിരി വർഗീയവാദികളെല്ലാവരും. ഭീകരവാദികളും എതിരാണ്, വർഗീയവാദികളും എതിരാണ്. അതുകൊണ്ട് എക്സ്റ്റേണൽ ത്രെട്ട് മാത്രമായിട്ടല്ല, ഇൻറ്റേർണൽ ത്രെട്ടുകളുണ്ട്. ഇതുപോലത്തെ വർഗീയത, വിഭജനാശയം, അതിനെ ഇല്ലാതാക്കാൻ കൂടിയുള്ള പ്രതിജ്ഞാബദ്ധത വലിയ പ്രസംഗങ്ങൾക്കിടയിൽ ഭരണകൂടത്തിൻ്റെ പ്രധാനികൾ കാണിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ കാര്യം വലിയ ബുദ്ധിമുട്ടിലാവും. അതുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യം, ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പറയേണ്ടതാണ്. ഈ ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടല്ലോ മംഗലാപുരത്ത്. കേരളത്തിൽ നിങ്ങൾ എത്രമാത്രം വലിയ പ്രതിഷേധത്തിന് ശബ്ദം കേൾക്കുന്നുണ്ട്. മലയാളിയായ ഒരു യുവാവാണ് ഒരു തെറ്റും ചെയ്യാത്തതിൻ്റെ പേരിൽ ആക്രമിക്കപ്പെട്ട് കൊല്ലപ്പെട്ടത്. അപ്പോൾ അങ്ങനെ ഒരാൾ കൊല്ലപ്പെട്ടത് നമുക്കൊരു മലയാളി വികാരം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവണ്ടേ? മലയാളികൾ എവിടെ നിന്ന് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് സബ്ജക്റ്റ് പോലുമല്ല. കേരളത്തിലെ മാധ്യമങ്ങളിൽ പോലും ഒരു പ്രധാനപ്പെട്ട കവറേജ് ഒരു ഐറ്റമായിട്ട് അത് വരുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ മാറ്റപ്പെട്ടിട്ടുള്ളത്? നമ്മുടെ സാമൂഹ്യ ശരീരത്തിൽ കടന്നുകൂടിയിരിക്കുന്ന പ്രശ്നം എന്ന് മാത്രം ആഴമുള്ളതാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സന്ദർഭമാണിത്. എത്രയോ കാലമായിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതൊരു റിപ്പീറ്റിംഗ് ടോപ്പിംഗ് ആയിട്ട് പലർക്കും തോന്നും. പക്ഷേ ഉള്ളൂ, നാട് മുടിക്കാനുള്ള സംഗതിയുടെ പീക്കിലെത്തിയിട്ടുണ്ട് കാര്യങ്ങളെന്ന് എല്ലാവരും ഓർക്കുന്നത് നല്ലതാണ്. CPM-ൻ്റെ ദക്ഷിണ കന്നഡ ജില്ലാ സെക്രട്ടറിയാണെന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഈ വിഷയത്തിൽ ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഇത് നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു നേതാവിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, ഒരു ബൈറ്റ്, ഒരു മാധ്യമ പ്രതികരണം, ഒരു മലയാളിയാണല്ലോ പുറത്തു പോയി തല്ലി കൊല്ലപ്പെട്ടത്. അപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, ഇപ്പോൾ ഇന്ന് തന്നെ VD സതീശനോട് വേറൊരു വിഷയത്തിലെ മാധ്യമങ്ങൾ പ്രതികരണം ചോദിക്കുമ്പോഴാണ് അദ്ദേഹം ഇതേക്കുറിച്ച് സംസാരിക്കുന്നത്. രമേശ് ചെന്നിത്തലയും അങ്ങനെ പറഞ്ഞു, ഒന്ന് അന്വേഷിക്കട്ടെ, ഞാൻ കേട്ടിട്ടുണ്ട്, ആരായാലും നീതി ഉറപ്പാക്കും. അതല്ലാതെ ഒരു മലയാളിയെ മറ്റൊരു സംസ്ഥാനത്ത് ഒരു ആൾക്കൂട്ടം തല്ലി കൊന്നിട്ട് ഒരു പ്രശ്നവുമില്ല, ഒരുതരം ശാന്തതയാണ്. അതങ്ങോട്ട് അവഗണിക്കാനാണ് എല്ലാവർക്കും തോന്നുന്നത് എന്നുള്ളത് ഭീതിതമാണ്.